ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ എൻ്റെ പേര് സന്ധ്യ. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എക്കണോമിക്സിലെ സാമ്പത്തിക വാണിജ്യ ബാങ്കുകളും ബാങ്കുകളുടെ ദേശസാൽക്കരണവും കഴിഞ്ഞ ക്ലാസ്സിൽ 30 മാർക്കിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ 15 മാർക്കിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി 15 മാർക്കാണ് ഇന്നത്തേത്. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനും 12-13 ക്വസ്റ്റ്യൻ എഡിറ്റ് ചെയ്തപ്പോഴേക്കും അത് കട്ടായിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നും കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഇന്ത്യയിൽ വാണിജ്യ ബാങ്കുകളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇന്ത്യയിൽ ബാങ്കിംഗ് സമ്പ്രദായം ആരംഭിക്കുന്നത് 1786 ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചതോടുകൂടിയാണ്. 1934 റിസർവ് ബാങ്ക് ആക്ട് പ്രകാരമാണ് 1935 എന്ത് വന്നത്? നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് 1949 ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പാസാക്കി. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ച യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന പേരിലാണ്. നമ്മുടെ PSCയുടെ ആൻസർ പ്രകാരം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1, 2, 3 എന്നിവ ശരി എന്നുള്ളതായിരുന്നു. ഓക്കെ, അതായത് ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ഒരു ബാങ്കിങ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ശരിക്കും ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആരംഭിക്കുന്നതോടുകൂടിയാണ്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ അത് ഏത് വർഷമാണ്? 1770. അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? ഇന്ത്യയിലെ ആദ്യകാല ജോയിൻറ്റ് സ്റ്റോക്ക് ബാങ്കുകളിൽ ഒന്നായിരുന്നു എന്ത്? ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ 1786 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർ ആൻസർ വന്നിരുന്നത് ഇതായിരുന്നു PSCയുടെ ആൻസർ. ഇനി എന്താണ് അപ്പോൾ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ചുണ്ടാക്കിയ ബാങ്കിൻ്റെ പേരെന്താണ്? ആ ബാങ്കാണ് നമുക്കറിയാം SBI. SBIയുടെ പഴയകാല പേരായിരുന്നു എന്ത്? ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അത് 1955 എന്തായിട്ട് മാറുന്നത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിലായിട്ട് മാറുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കൂടി അതിൻ്റെ അകത്ത് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നില്ല. 1955 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ച് രൂപീകരിച്ച ബാങ്കാണേത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ മുതലാണ് നമ്മുടെ ഈ ഒരു ടൈമിൽ, അതായത് നമ്മുടെ സെക്കൻഡ് പാർട്ടിലെ 15 വരെ നമ്മൾ ഫസ്റ്റ് പാർട്ടി ചെയ്തു. 16 മുതൽ 30 വരെയാണ് ഈ പാർട്ടിലെ ക്വസ്റ്റ്യൻ പേപ്പർ. യൂറോ കറൻസി പ്രാബല്യത്തിൽ വന്ന വർഷം ഏതെന്ന് UP സ്കൂൾ ടീച്ചർ 2005 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. യൂറോ കറൻസി എന്നാണ് 1999 എന്ത് പ്രാബല്യത്തിൽ വരുന്നത്? യൂറോ കറൻസി പ്രാബല്യത്തിൽ വരുന്നത്. യൂറോപ്യൻ യൂണിയൻ്റെ ഔദ്യോഗിക കറൻസിയാണ് എന്തെന്ന് പറയുന്നത്? യൂറോപ്യൻ യൂണിയൻ്റെ ഔദ്യോഗിക കറൻസിയാണ് ഏത്? യൂറോ എന്ന് പറയുന്നത്. യൂറോ നിലവിൽ വന്നത് 1999 ജാനുവരി 1 യൂറോയുടെ വിനിമയം ആരംഭിച്ചത് 2002 ജാനുവരി 1 അതായത് യൂറോ കറൻസി ഉപയോഗിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ അംഗരാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് 20 രാജ്യങ്ങളുടെയാണ് എന്ത് വരുന്നത്? യൂറോ കറൻസി ആയിട്ട് വരുന്നത്. അവസാനമായിട്ട് യൂറോ അംഗീകരിച്ചത് ഏതാണ്? നമ്മുടെ ക്രൊയേഷ്യയാണ് അവസാനമായിട്ട് യൂറോ അംഗീകരിച്ച രാജ്യമായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന്? ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനമാണ് മനില. ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനത്തിനായി രൂപീകരിച്ച സംഘടനയാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് അല്ലെങ്കിൽ ADB എന്ന് പറയുന്നത്. 1966 ADB രൂപീകൃതമായത്. ഇപ്പോൾ നിലവിലെ ADBയിലെ അംഗസംഖ്യ എന്ന് പറഞ്ഞാൽ 68 രാജ്യങ്ങളാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ബാങ്കിങ്ങിലുള്ളത്. അതായത് ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനമാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇന്ത്യയിൽ 14 ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്നത് ഏത് വർഷമാണെന്ന്? ഏത് വർഷമാണ്? 1969 ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിങ് ദേശസാൽക്കരണം നടക്കുന്നത്. അതെത്രയാണ്? 1919 ജൂലൈ 19 ആദ്യ ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. അന്ന് എത്ര ബാങ്കുകളാണ്? 14 ബാങ്കുകളാണ് ദേശസാൽക്കരണം ചെയ്തത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ ജൂലൈ 19 എന്തായിട്ട് ആചരിക്കുന്നത്? ബാങ്ക് നാഷണലൈസേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നതാണ് ജൂലൈ 19 എന്ന് പറയുന്നത്. ആരായിരുന്നു ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്? നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ്. ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണ സമയത്ത് ധനകാര്യമന്ത്രിയായിരുന്നു ആര്? ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണത്തിൽ ഏകദേശം 50 കോടി വീതമുള്ള ആസ്തിയുള്ള ബാങ്കുകളെയാണ് നാഷണലൈസ് ചെയ്യപ്പെടുന്നത്. ഇനി എന്നാണ് രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത്? അത് 1980 ഏപ്രിൽ 15 രണ്ടാം ഘട്ട ദേശസാൽക്കരണം. അന്ന് 6 ബാങ്കുകളാണ് നാഷണലൈസ് ചെയ്യുന്നത്.
ആ സമയത്തെ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി എന്ന് പറയുന്നത് ആരായിരുന്നു? ആർ വെങ്കട്ടരാമനായിരുന്നു ഇന്ത്യയുടെ ധനകാര്യമന്ത്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ 2020 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് 2020 ബാങ്ക് ലയനത്തെ പറ്റി. ഇനി എന്താണ് നെയിം ഓഫ് ദ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഹൂ വാസ് റെസ്പോൺസിബിൾ ഫോർ ദ ബാങ്ക് നാഷണലൈസേഷൻ? ആരാണ് ബാങ്ക് നാഷണലൈസേഷന് റെസ്പോൺസിബിൾ ആയിരുന്നത്? ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ബാങ്ക് ദേശസാൽക്കരണവുമായിട്ട് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ പഠിക്കാനുണ്ട്. പൊതുമേഖലാ വിഭാഗത്തിൽ നിന്ന്, പൊതുമേഖലാ ബാങ്കായിരുന്നത് നമ്മൾ എന്താക്കി മാറ്റി? പൊതുമേഖലാ വിഭാഗത്തിൽ നിന്ന് സ്വകാര്യ മേഖലയിലേക്ക് മാറ്റിയൊരു ബാങ്കുണ്ട്. അതാണ് ഏത്? IDBI എന്ന് പറയുന്നത്. 2019 ജാനുവരി 21 IDBI എന്തായിട്ട് മാറ്റുന്നത്? സ്വകാര്യ ബാങ്കായിട്ട് മാറ്റുന്നത്. ഭാരതീയ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ആദ്യത്തെ പേര് എന്താണ്? ഓപ്ഷൻ ഡി ഇമ്പീരിയൽ ബാങ്കാണ് ഭാരതീയ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ആദ്യത്തെ പേരെന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കാണ് SBI എന്ന് പറയുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതിൻ്റെ ആദ്യ പേരാണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. എന്നാണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകൃതമായത്? അത് 1921 ജാനുവരി 27 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേര് ആയത്. ഇമ്പീരിയൽ ബാങ്കിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? JM കെയ്ൻസ് ആണ്. JM കെയ്ൻസ് ആണ്. ഈ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്തായിട്ട് മാറി? SBI ആയിട്ട് മാറി. ഏത് വർഷം? 1955 ജൂലൈ 1. അപ്പോൾ SBIയുടെ എന്നാണെന്ന് ചോദിച്ചാൽ അത് എന്നാണ്? 1955 നമ്മൾ പറയുന്നത് വർഷം പറയുമ്പോഴേക്കും. അതേപോലെ ഇന്ത്യക്ക് പുറത്തെ ഏറ്റവും കൂടുതൽ ശാഖകളുള്ളൊരു ബാങ്കാണ് ഏത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യക്ക് പുറത്തെ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ഡി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒഴുകുന്ന ATM സ്ഥാപിച്ചത് എവിടെയാണ്? ഒഴുകുന്ന ATM സ്ഥാപിച്ചത് SBI ആണ്. അതായത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞാണ് കൊച്ചിക്കും വൈപ്പിനും ഇടയിലുള്ള ജങ്കാറിലായിരുന്നു എന്ത് സ്ഥാപിച്ചത്? ATM സ്ഥാപിക്കുന്നത്. അത് SBI ആണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി കോർ ബാങ്കിങ് നടപ്പിലാക്കിയത് എവിടെയാണ്? നമ്മുടെ SBI ആണ്. അതായത് മുംബൈ ബ്രാഞ്ചിലാണ്. ഇസ്രായേലിൽ ശാഖകളുള്ളൊരു ബാങ്കായിരുന്നു എന്ത്? ഇസ്രായേൽ ശാഖ തുടങ്ങിയ ആദ്യത്തെ ബാങ്കാണ് SBI എന്ന് പറയുന്നത്. അതേപോലെ ഇന്ത്യയുടെ ആദ്യ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് നിലവിൽ വന്നത് എവിടെയാണ്? അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ജയ്പൂരാണ്. ആരാണ് തുടങ്ങിയത്? SBI ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീറാണ് സ്ഥാപിച്ചത്. ഓക്കെ, ഇനി SBIയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു മലയാളിയുടെ പേര് പഠിക്കാനില്ലേ? ആരാണത്? ജോൺ മത്തായി. SBIയുടെ സ്ഥാപക ചെയർമാനായ മലയാളിയാണ് ആര്? ജോൺ മത്തായി എന്ന് പറയുന്നത്. SBIയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ ആരാണ്? അതാണ് അരുന്ധതി ഭട്ടാചാര്യ. ഓക്കെ, അതേപോലെ SBIയുടെ ഒരു ആപ്ലിക്കേഷനാണ് എന്താ? യോനോ ആപ്പ് എന്ന് പറഞ്ഞാൽ SBIയുടെ ആപ്ലിക്കേഷനാണ്. എന്താണ്? യു ഓൺലി നീഡ് 1. അതായത് നമുക്കൊരു കാർഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാഷ് വിഡ്രോ ആ ഒരു ആപ്പ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാനും ATMൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലാണ്ട് തന്നെ ക്യാഷ് വിഡ്രോ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ആപ്പാണ് എന്ത്? യോനോ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് എന്ത്? ഏതാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ? ഏതാണത്? നബാർഡാണ്. ഏതാണ്? 1982 ജൂലൈ 12 നബാർഡ് രൂപീകരിക്കുന്നത്. ഏത് കമ്മീഷന് പ്രകാരമാണ്? ശിവരാമൻ കമ്മിറ്റിയുടെ അതായത് നബാർഡിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് ശിവരാമൻ കമ്മിറ്റി എന്ന് പറയുന്നത്. നബാർഡിൻ്റെ കേരളത്തിലെ റീജിയണൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ബാങ്കിങ് രംഗത്തേക്ക് പുതിയതായി കടന്നു വന്ന മുദ്രാ ബാങ്കിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? മുദ്രാ ബാങ്കിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ചെറുകിട വായ്പ നൽകലാണ്. മൈക്രോ യൂണിറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസിങ് ഏജൻസി ലിമിറ്റഡ്, അതാണ് മുദ്രയുടെ ഫുൾ ഫോം. 2015 ഏപ്രിൽ 8 അത് എന്തായിരുന്നത്? സ്ഥാപിതമാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? ഓപ്ഷൻ ഡി നെടുങ്ങാടി ബാങ്കാണ്. എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? നെടുങ്ങാടി ബാങ്കിനെ പറ്റി. അപ്പു നെടുങ്ങാടി അല്ലേ? കേരളത്തിലെ ആദ്യ ബാങ്കായ നെടുങ്ങാടി ബാങ്ക് സ്ഥാപിച്ചത് അപ്പു നെടുങ്ങാടിയാണ്. 1899 ദക്ഷിണേന്ത്യയിലെ ആദ്യ സ്വകാര്യ ബാങ്ക് എന്ന് ചോദിച്ചാലും എന്താണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യ സ്വകാര്യ ബാങ്ക് എന്ന് ചോദിച്ചാലും അത് നെടുങ്ങാടി ബാങ്കാണ്. അത് 2003 നെടുങ്ങാടി ബാങ്കിനെ എന്തിലേക്ക് ലയിപ്പിച്ചു? പഞ്ചാബ് നാഷണൽ ബാങ്ക് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
വിച്ച് കമ്മിറ്റി ഈസ് നോൺ ആസ് എ കമ്മിറ്റി ഓൺ ബാങ്കിങ് സെക്ടർ? കമ്മിറ്റി ഓൺ ബാങ്കിങ് സെക്ടർ എന്നറിയപ്പെടുന്ന കമ്മിറ്റി ഏതാണെന്ന്? അത് ഓപ്ഷൻ എ നരസിംഹ കമ്മിറ്റിയാണ്. എന്താണ് മൽഹോത്ര കമ്മിറ്റി? ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖലയുടെ നവീകരണത്തിനും വേണ്ടി രൂപം കൊണ്ട കമ്മിറ്റിയാണ് എന്താ നമ്മുടെ മൽഹോത്ര കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഗാഡ്ഗിൽ കമ്മിറ്റി എന്താണ്? ഇന്ത്യയിലെ ഓരോ ജില്ലകളിലും വികസനത്തിനായി നിലവിൽ വന്ന ലീഡ് ബാങ്കിങ് സ്കീം നിർദ്ദേശിച്ച RBI സ്റ്റഡി ഗ്രൂപ്പിൻ്റെ തലവനായിരുന്നു ആര്? പ്രൊഫസർ DR ഗാഡ്ഗിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രംഗരാജൻ കമ്മിറ്റി എന്താണ്? 2012 പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിച്ച എക്സ്പേർട്ട് ഗ്രൂപ്പ് ടു റിവ്യൂ ദ മെത്തഡോളജി ടു മെഷർമെൻറ്റ് ഓഫ് പോവേർട്ടിയുടെ ചെയർമാനാണ് ആര്? C രംഗരാജൻ എന്ന് പറയുന്നത്. എന്താണ്? ഓക്കെ, എന്താണെന്ന് നോക്കിക്കേ. എക്സ്പേർട്ട് ഗ്രൂപ്പ് ടു റിവ്യൂ ദ മെത്തഡോളജി ഫോർ മെഷർമെൻറ്റ് ഓഫ് പോവേർട്ടിയുടെ ചെയർമാനാണ് ആര്? രംഗരാജൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ ഏത്? നമ്മളിപ്പോൾ പറഞ്ഞാണ് ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ആര്? മൽഹോത്ര കമ്മിറ്റി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ലൈഫ് ഇൻഷുറൻസ് ദേശസാൽക്കരിച്ചത് എന്നാണെന്ന്? 1956 ഇന്ത്യയിൽ LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ത് ചെയ്യുന്നത്? ദേശസാൽക്കരിക്കുന്നത്. ഓക്കെ, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഏതാണ്? അത് ഓറിയൻ്റൽ ഇൻഷുറൻസ് ആണ്. ഓറിയൻ്റൽ ഇൻഷുറൻസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത്. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്ത. ഓക്കെ, LICയുടെ പിന്നെ നമുക്ക് പഠിക്കാനുള്ള LIC ആണ്. LIC എന്നാണ് 1956 സെപ്റ്റംബർ 1 അതെന്ത് വരുന്നത്? സ്ഥാപിതമാകുന്നത്. LICയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് യോഗക്ഷേമം വഹാമ്യഹം എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? LICയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോകത്ത് ആദ്യമായി ATM സ്ഥാപിച്ചത് ഏത് ബാങ്കാണെന്ന്? ലോകത്താണ് ചോദിച്ചിരിക്കുന്നത്. ലോകത്ത് ആദ്യമായി ATM അവതരിപ്പിച്ച ബാങ്ക് എന്ന് പറയുന്നത് ബാർക്ലേസ് ആണ്. ബാർക്ലേസ്. എ ജനറൽ റൈസ് ഇൻ പ്രൈസ് ഓഫ് കമ്മോഡിറ്റീസ് കോൾഡ്. ജനറൽ റൈസ് ഇൻ പ്രൈസ് ഓഫ്, അതായത് സാധനങ്ങളുടെ വില ഉയരുന്നത്, അതെന്താണ് പറയുന്നത്? അതെപ്പോഴും എന്ത് വരുമ്പോഴാണ് റൈസ് വരുന്ന സാധനങ്ങളുടെ വില ഉയരുന്നത്? നാണയപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. അതായത് നമുക്കൊരു പരിധിക്കപ്പുറം പണലഭ്യത ഉണ്ടാകുകയോ പണത്തിൻ്റെ മൂല്യം സാധനങ്ങളുമായി താരതമ്യപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ എന്ത് വരും? കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് സാധാരണയായിട്ട് സാധനങ്ങളുടെ വില ഭയങ്കര കൂടുതലായിരിക്കും. അതാണ് നമുക്ക് ഇൻഫ്ലേഷൻ, നാണയപ്പെരുപ്പം വരുന്നത്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് എന്ത് പറയുന്നത്? നാണയ ചുരുക്കം എന്ന് പറയുന്നത്. നാണയപ്പെരുപ്പവുമുണ്ട്, നാണയ ചുരുക്കവുമുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നബാർഡ്. നബാർഡിൻ്റെ പൂർണ്ണ രൂപം എന്തായിരുന്നു? നബാർഡിൻ്റെ പൂർണ്ണ രൂപം ഓക്കെ, എന്താണ് നബാർഡിൻ്റെ പൂർണ്ണരൂപം? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് നബാർഡിൻ്റെ പൂർണ്ണരൂപം. 1982 ജൂലൈ 12. ഓക്കെ, അപ്പോൾ നമ്മുടെ 30 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ട്. എക്കണോമിക്സിൻ്റെ സെക്ഷനിൽ നിന്ന് ഇതുവരെ ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടെ നമ്മുടെ എക്കണോമിക്സ് എന്ന പോർഷൻ എന്ത് ചെയ്യുകയാണ്? ഇതോടെ തീരുകയാണ്. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്